അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ നിറഞ്ഞ സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയിൽ ജുഡീഷ്യൽ കർസേവ നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടാവുക? ആളുകൾ സാധാരണ പറയാറ്, ഈ രാജ്യത്ത് വ്യവസ്ഥാപിതമായ ഒരു നീതി നിർവഹണ സംവിധാനമുണ്ടെന്നും ആ നീതി നിർവഹണ സംവിധാനത്തിന് താഴെ കോടതികൾ മുതൽ ഹൈക്കോടതികൾ മുതൽ സുപ്രീം കോടതി വരെ നീണ്ടു നിൽക്കുന്ന നീതി ഉറപ്പാക്കുന്ന വിവിധ തലങ്ങളുണ്ടെന്നുമാണ്. നമ്മുടെ ഭരണഘടനയും ആ തരത്തിലാണ് വ്യവസ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്കറിയാം. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ രാജ്യത്ത് ജുഡീഷ്യൽ കർസേവയുണ്ട് എന്ന ഒരുപക്ഷെ ആളുകൾ കടന്നതെന്ന് പറയാവുന്ന ഒരു പ്രയോഗം നാം നടത്തേണ്ടി വരുന്നത്? അങ്ങനെ പരിശോധിച്ചാൽ നമ്മൾ സാധാരണ പറയുക 1992 ബാബരി മസ്ജിദ് കർസേവകർ, 1.5 ലക്ഷം വരുന്ന കർസേവകർ അവിടെയുണ്ടായിരുന്ന പട്ടാളത്തെയും പോലീസിനെയും ഒക്കെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് നിയമവിരുദ്ധമായി ബാബരി മസ്ജിദ് കേസിലെ സുപ്രീം കോടതിയുടെ വാക്കുകൾ ഉദ്ധരിച്ചാൽ, ആവർത്തിച്ചാൽ ഈ രാജ്യത്തിൻ്റെ നിയമവാഴ്ചയെ വെല്ലുവിളിച്ച് റൂൾ ഓഫ് ലോ തകർത്ത് ബാബരി മസ്ജിദ് തകർക്കപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷെ അപ്പോഴും ബാബരി മസ്ജിദ് എന്ന് പറയുന്ന നിയമപ്രകാരമുള്ള ഒരു അസ്തിത്വം തകർക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ബാബരി മസ്ജിദിന്റെ ഉടമസ്ഥരായ, അതൊരു വഖഫ് ഭൂമി എന്ന നിലയിൽ, അതിൻ്റെ മുത്തവല്ലികൾ എന്ന നിലയിൽ ആ ബാബരി മസ്ജിദിന്റെ ട്രസ്റ്റും ആ വഖഫ് ഭൂമി സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ യുപിയിലെ സുന്നി വഖഫ് ബോർഡും അതിനുവേണ്ടി അവർ നടത്തിക്കൊണ്ടിരുന്ന നിയമ പോരാട്ടം തുടരുമ്പോഴും ബാബരി മസ്ജിദ് എന്ന് പറയുന്ന നിയമപരമായ അസ്തിത്വം അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. ബാബരി മസ്ജിദ് എന്ന് പറയുന്ന നിയമപരമായ അസ്തിത്വം അവസാനിക്കുന്നത് ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ഈ രാജ്യത്തെ 20 കോടിയിൽ പരം വരുന്ന മുസ്ലിം സമൂഹത്തിന്റെ, മുസൽമാന്റെ നിയമപരമായ അവകാശം അവസാനിപ്പിച്ചത് ആരാണ്? 1.5 ലക്ഷം വരുന്ന കർസേവകരാണോ? 5 പേരടങ്ങിയ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരാണോ, ന്യായാധിപന്മാരാണോ എന്ന് ചോദിച്ചാൽ, ബാബരി മസ്ജിദിന്റെ പതനം പൂർത്തീകരിച്ചത്, ബാബരി മസ്ജിദിന്റെ തകർച്ച ഉറപ്പാക്കിയത്, ബാബരി മസ്ജിദ് എന്ന ചോദ്യത്തെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചത് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമാണ് എന്നുള്ളത് കൊണ്ടാണ് അതിനെ ജുഡീഷ്യൽ കർസേവ എന്ന് നമുക്ക് വിളിക്കേണ്ടി വരുന്നത്. അതുവരെയും നിയമപരമായി സാധുതയുണ്ടായിരുന്ന, നീതിയുടെ ചോദ്യമായി നിലനിന്നിരുന്ന ബാബരി മസ്ജിദിന്റെ ഭൂമി യാതൊരു അടിസ്ഥാനവുമില്ലാതെ, യാതൊരു നിയമപരമായ സാധുതയുമില്ലാതെ, എല്ലാ രാജ്യത്ത് നിലനിൽക്കുന്ന സകല നിയമങ്ങളും അട്ടിമറിച്ചുകൊണ്ട് ഇന്ത്യയുടെ സുപ്രീം കോടതി ഭരണകൂടത്തോട് അവിടെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി രാമജന്മ ക്ഷേത്രം ഉണ്ടാക്കാൻ നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത്. നമുക്കെല്ലാവർക്കും അതറിയാം. ബാബരി മസ്ജിദിന്റെ ചരിത്രം ഓർക്കരുത് എന്ന് നമ്മോട് ചില ആളുകൾ പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ബാബരി മസ്ജിദിന്റെ നിയമപരമായ നിയമ പോരാട്ടത്തിന്റെ ചരിത്രം നിങ്ങളെ കൊണ്ട് ഓർമ്മിപ്പിച്ചാൽ, ബാബരി മസ്ജിദിൽ എങ്ങനെയാണ് ഇന്ത്യയുടെ നീതിപീഠങ്ങൾ ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് കൂട്ടുനിൽക്കുകയോ അതിന് നേതൃത്വം നൽകുകയോ ചെയ്തത് എന്നതിന്റെ ചരിത്രം ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഓർമ്മ വരിക ഗ്യാൻ വാപ്പി മസ്ജിദ് ആയിരിക്കും. സമാനമായ അതേ പാറ്റേണിൽ, അതേ തുടർച്ചയെന്നോണം മറ്റൊരു പള്ളി തകർക്കാനുള്ള കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്നതിനാണ് ബാബരി മസ്ജിദിന്റെ നിയമപരമായ ചരിത്രം നമുക്ക് ഓർക്കേണ്ടി വരുന്നത്. 1949 രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി തൊട്ടുപുറത്ത് 1 വർഷം 2 വർഷത്തിന് പുറത്ത് ബാബരി മസ്ജിദിനകത്ത് വിഗ്രഹങ്ങൾ കൊണ്ടുചെന്ന് വെച്ചതാണ് എന്നതിന് നിയമപരമായി തെളിവുകളുണ്ട് എന്ന് സുപ്രീം കോടതി ഏറ്റവും ഒടുവിൽ ബാബരി മസ്ജിദിന്റെ ജഡ്ജ്മെന്റിൽ പറയുന്നു. ആ കൊണ്ടുവച്ച വിഗ്രഹങ്ങൾ അവിടുന്ന് എടുത്തു മാറ്റാൻ നിർദ്ദേശം നൽകി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നാണ് പറയുന്നത്. നിയമപരമായി അങ്ങനെ ഒരു നിർദ്ദേശം ജവഹർലാൽ നെഹ്റു നൽകിയതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അന്ന്
ഫൈസാബാദിലെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അതിന് നൽകിയ മറുപടി, അങ്ങനെ നിയമവിരുദ്ധമായി പള്ളിക്കകത്ത് കൊണ്ടുവച്ച വിഗ്രഹം എടുത്തു മാറ്റുന്നത് അവിടെ ലോ ആൻഡ് ഓർഡർ പ്രശ്നമുണ്ടാക്കുമെന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ തൊട്ടുപുറത്തിരിക്കുന്ന 5 നേരം ബാങ്ക് മുഴങ്ങുന്ന ഈ പള്ളിയിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു വിഗ്രഹം കൊണ്ടുവച്ചിട്ട് അത് എടുത്തു മാറ്റണമെന്ന് പറയുമ്പോൾ അവിടെ പെരുമ്പാവൂരിൽ നിയമപ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് വിഗ്രഹം അവിടെ ഇരുന്നോട്ടെ എന്ന് പറയുന്ന സാഹചര്യത്തെ കുറിച്ച് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. സമാനമാണ് 1949 ഫൈസാബാദിൽ സംഭവിച്ചത്. അയോധ്യയിലല്ല, ഫൈസാബാദിൽ സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് 1986 ആ വിഗ്രഹം നിലനിൽക്കുന്നിടത്ത് പിന്നീട് അങ്ങോട്ട് സ്റ്റാറ്റസ് കോ പ്രഖ്യാപിക്കുകയും വിഗ്രഹം നിലനിൽക്കുന്നിടത്ത് ആരാധനക്ക്, ഹിന്ദു മതപ്രകാരമുള്ള വിശ്വാസപ്രകാരമുള്ള ആരാധനക്ക് ഭരണകൂടം അനുമതി നൽകുമ്പോൾ ആ അനുമതി നൽകുന്നത് ഫൈസാബാദിലെ ജില്ലാ കോടതിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഏതുപോലെ ഗ്യാൻവാപ്പി മസ്ജിദിൽ 5 നേരം ഇപ്പോഴും ബാങ്ക് മുഴങ്ങുന്ന, 5 നേരം നമസ്കരിക്കുന്ന ആ പള്ളിക്കു താഴെ തൊട്ടപ്പുറത്ത് മനോഹരമായ മറ്റൊരു ക്ഷേത്രമുള്ള ആ പള്ളിക്കു താഴെ തൊട്ടപ്പുറത്ത് ആരാധിക്കാൻ ഒരു ക്ഷേത്രമുള്ള പള്ളിക്കു താഴെ ആരാധനക്ക് ഒരു കോടതി അനുമതി നൽകുകയാണ്. ഞാൻ നിങ്ങളോട് സാധാരണ കോടതി, നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ കോടതി നടപടികളെ കുറിച്ച് സാധാരണ എന്തിനാണ് താൽക്കാലികമായ ഉത്തരവുകൾ കോടതികൾ നൽകുക? ഒരു ഭൂമി തർക്കം നടക്കുമ്പോൾ താൽക്കാലിക ഉത്തരവുകൾ, ഇന്ററിം ഓർഡേഴ്സ്, ഇൻജങ്ഷനുകൾ നൽകുക എന്ന് പറയുന്നത് ആ ഭൂമിയുടെ അവസ്ഥ മാറി പിന്നീട് അതിലൊരു അന്തിമ വിധി വരുമ്പോ അത് നടപ്പാക്കാതിരിക്കുന്ന ഒരു സാഹചര്യം, നടപ്പാക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനാണ് താൽക്കാലിക ഉത്തരവുകൾ നൽകുക എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ മറ്റൊരാൾക്കൊരു ഭൂമി വിൽക്കുകയും ആ ഭൂമിയിൽ ഒരു തർക്കമുണ്ടാവുകയും ചെയ്താൽ ആ ഭൂമിയിൽ നിങ്ങൾ വീണ്ടും മറ്റൊരാൾക്ക് വിൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഒരുപക്ഷെ ഈ തർക്കം ഉന്നയിച്ചയാൾക്ക് ആ ഭൂമി നൽകാൻ കഴിയാതെ വന്നാൽ നിങ്ങൾ ആ ഭൂമി തൽക്കാലം വിൽക്കരുത് എന്ന് താൽക്കാലിക ഉത്തരവുണ്ടാകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ശരി, ഇനി ആ പള്ളിക്കു താഴെ വിഗ്രഹം ഉണ്ടായിരുന്നുവെന്നും ആ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും വാദത്തിന് സമ്മതിച്ചാൽ അതുണ്ടായിരുന്നോ ഇല്ലയോ എന്ന കേസ് തീർപ്പാക്കുന്നതിന് മുമ്പ് അവിടെ ആരാധനക്ക് അനുമതി നൽകിയാൽ പിന്നെ എന്തു കേസാണ് ബാക്കിയുള്ളത്? അവിടെ വിഗ്രഹാരാധന മുമ്പ് ഉണ്ടായിരുന്നോ, അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നോ എന്നതാണ് തർക്കമെങ്കിൽ അവിടെ ഇപ്പോൾ തന്നെ ഒരു വിധി പ്രസ്താവത്തിലൂടെ ആരാധനക്ക് അനുമതി നൽകിയാൽ പിന്നെ എന്ത് തർക്കമാണ് ഗ്യാൻവാപ്പിയിൽ ബാക്കിയുണ്ടാവുക എന്ന ചോദ്യമുണ്ട്. എന്നിട്ടും വിസ്മയകരമായ സ്വഭാവത്തിൽ, അത്ഭുതകരമായ സ്വഭാവത്തിൽ, രാജ്യത്തെ മുഴുവൻ നിയമങ്ങളും അട്ടിമറിക്കുന്ന സ്വഭാവത്തിൽ നീതിപീഠങ്ങൾ അവിടെ ആരാധനക്ക് അനുമതി നൽകുന്നു. അത് ചോദ്യം ചെയ്ത് അലഹാബാദ് ഹൈക്കോടതിയിലെത്തുമ്പോൾ കോടതിയും അതിൽ ഇടപെടാതിരിക്കുന്നു. അത് ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിലെത്തുമ്പോൾ സുപ്രീം കോടതി പറയുന്നു ഞങ്ങൾ അതിൽ ഇടപെടുന്നേയില്ല, നിങ്ങൾ ഹൈക്കോടതിയിൽ പോയിക്കോളൂ എന്ന്. ഏത് സുപ്രീം കോടതിയാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. ബാബരി മസ്ജിദിന്റെ വിധി പറയുമ്പോ ബാബരി മസ്ജിദ് അല്ലാത്ത മറ്റൊരു പള്ളിക്കും ഇനി ഈ വിധി ബാധകമല്ലെന്നും 1991 പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് പ്രകാരമുള്ള നിയമപരമായ നടപടികൾ നിലനിൽക്കുമെന്നും പറയുന്ന സുപ്രീം കോടതി മറ്റൊരു പള്ളിയുടെ കേസ് തങ്ങളുടെ മുൻപിൽ വരുമ്പോൾ ഇനിയൊരു പള്ളിയിലും തർക്കമുന്നയിക്കരുത് എന്ന് പറയാനുള്ള ബാധ്യതയുള്ള സുപ്രീം കോടതി അവിടെ സർവേക്ക് അനുമതി നൽകുന്നു, അവിടെ ആരാധനക്ക് അനുമതി നൽകുന്നു. അങ്ങനെ അനുമതി നൽകിയ കോടതി ഉത്തരവുകൾ ശരിവെക്കുകയോ അതിൽ ഇടപെടാതിരിക്കുകയോ ചെയ്യുന്നതിലൂടെ എന്ത് തരം നീതിയാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യമുണ്ട്. ഹർജി നൽകുന്നതും ഉത്തരവുകൾ പറയുന്നതും അതിന്റെ മേൽക്കോടതിയിൽ ചോദ്യം വരുമ്പോ ഇടപെടാതിരിക്കുന്നതും എല്ലാം ഒരേ സ്വഭാവത്തിലുള്ള കർസേവയുടെ ഭാഗമാണ് എന്ന് പറയാതിരിക്കാൻ എങ്ങനെയാണ് നമുക്ക് കഴിയുക? ഈ രാജ്യത്തിന്റെ നീതിപീഠങ്ങൾ ഭരണഘടനാപരമായല്ല പ്രവർത്തിക്കുന്നത് എന്നതിന് ബാബരിയോളം മറ്റൊരു തെളിവ് നൽകുക സാധ്യമല്ല. ബാബരി മസ്ജിദിന്റെ ഭൂമി ആരുടേതാണ് എന്ന ചോദ്യത്തിന് സുപ്രീം കോടതി പറഞ്ഞ ഉത്തരം എന്താണ്? ബാബരി മസ്ജിദിന്റെ ഭൂമി, ബാബരി മസ്ജിദ് നിലനിന്നിരുന്ന ട്രസ്റ്റിന്റേതാണ്, ആ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ട്രസ്റ്റിന്റേതാണ് എന്ന കാര്യത്തിൽ സുപ്രീം കോടതിക്ക് തർക്കമില്ല. ബാബരി മസ്ജിദ് വഖഫിന്റെ ഭൂമിയാണ് എന്ന കാര്യത്തിൽ സുപ്രീം കോടതിക്ക് തർക്കമില്ല.
പ്രിയമുള്ളവരെ, വഖഫ് എന്ന് പറഞ്ഞാൽ വഖഫ് നൽകിയ മനുഷ്യന് പോലും വാക്കിഫിന് പോലും തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം അള്ളാഹുവിലേക്ക് ചേർന്നു കഴിഞ്ഞ ഭൂമിയാണ് എന്ന് നമുക്കറിയാം. അള്ളാഹുവിന് ആരാധിക്കാൻ വേണ്ടി സമർപ്പിക്കപ്പെട്ട ഭൂമിയാണ് വഖഫിന്റെ ഭൂമി. വഖഫിന്റെ ഭൂമി എങ്ങനെയാണ് മറ്റൊരാൾക്ക് സുപ്രീം കോടതിക്ക് പതിച്ചു നൽകാനാവുക എന്ന ചോദ്യത്തിന് നിയമപരമായ ഒരു ഉത്തരം ബാബരി മസ്ജിദിന്റെ കേസിൽ ആ വിധി മുഴുവനും വായിച്ചു നോക്കിയാൽ, നൂറുകണക്കിന് പേജുകളുള്ള ആ വിധി പ്രസ്താവം നിങ്ങൾ ആവർത്തിച്ച് വായിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഈ രാജ്യത്തെ വഖഫ് നിയമം എങ്ങനെയാണ് സുപ്രീം കോടതി മറികടന്നത് എന്നതിന് സുപ്രീം കോടതിക്ക് ഉത്തരവില്ല. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ സുപ്രീം കോടതിക്ക് തർക്കമില്ല. ബാബരി മസ്ജിദ് നിലനിന്നിരുന്ന ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നത് വരെയും 2.77 ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥർ ആരായിരുന്നു എന്നതിന് സുപ്രീം കോടതിക്ക് തർക്കമില്ല. നിർമോഹി അകാരയടക്കമുള്ള ഈ കേസ് ഉന്നയിച്ച ആളുകൾക്ക് ആ ഭൂമിയിൽ ഒരു അവകാശവുമില്ല എന്ന കാര്യത്തിൽ സുപ്രീം കോടതിക്ക് തർക്കമില്ല. അവർക്കാർക്കും സുപ്രീം കോടതി ആ ഭൂമി നൽകിയിട്ടില്ല. സുന്നി വഖഫ് ബോർഡിന്റെയോ ബാബരി മസ്ജിദിന്റെ ട്രസ്റ്റിന്റെയോ ഹർജികൾ സുപ്രീം കോടതി തള്ളിയിട്ടില്ല. നിങ്ങൾ വായിച്ചു നോക്കൂ. ആ ഹർജികൾ തള്ളാനും സുപ്രീം കോടതി കഴിഞ്ഞിട്ടില്ല. മറിച്ച് സുപ്രീം കോടതി എന്താണ് ചെയ്തത്? ആർട്ടിക്കിൾ 142 പ്രകാരം ഇന്ത്യയിലെ സുപ്രീം കോടതിക്ക് സവിശേഷമായ ചില അധികാരങ്ങളുണ്ട്. ആ അധികാരം എന്ന് പറയുന്നത് ഭരണഘടനാപരമായി നീതി നിർവഹണം ഉറപ്പാക്കാൻ വേണ്ടി ഇന്ത്യയുടെ ഭരണഘടന സുപ്രീം കോടതിക്ക് നൽകുന്ന സവിശേഷമായ അധികാരങ്ങളാണ്. ആ അധികാരം ഉപയോഗിച്ച് സുപ്രീം കോടതി ചെയ്തത് എന്താണ്? അവിടെ രാമക്ഷേത്രം ഉണ്ടാക്കാൻ ഉത്തരവിടുന്നു. ഒരു ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കിലെ സുപ്രീം കോടതി തങ്ങളുടെ സവിശേഷ അധികാരം ഉപയോഗിച്ച് ഈ രാജ്യത്തെ സകല സിവിൽ നിയമങ്ങളും അട്ടിമറിച്ച്, ഭരണഘടനാ മൂല്യങ്ങളും അട്ടിമറിച്ച് ഒരു പള്ളിക്ക് മീതെ ക്ഷേത്രം ഉണ്ടാക്കാൻ ഉത്തരവിടുന്നതിന് പറയാവുന്ന പേരെന്താണ്? ജുഡീഷ്യൽ കർസേവ എന്നല്ലാതെ മറ്റെന്താണ് അതിനെ വിളിക്കാനാവുക എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ സ്വഭാവത്തിൽ ഈ രാജ്യത്തെ ഭരണഘടനയുടെ അടിസ്ഥാനപരമായ സങ്കല്പം എന്ന് പറയുന്നത് നീതി നടപ്പാക്കിയാൽ പോരാ, അത് നടപ്പാക്കിയെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് പോലെ നടപ്പാക്കണമെന്നാണ്. നീതി നടപ്പാക്കുന്നത് ആളുകൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ അനീതിയല്ലാതെ മറ്റൊന്നും ഞങ്ങൾ നടപ്പാക്കില്ലെന്ന് ബോധ്യപ്പെടുത്തി ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും മുന്നിൽ ഞങ്ങൾ നടപ്പാക്കുന്നത് അനീതിയാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയുന്ന സ്വഭാവത്തിൽ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം പ്രതികരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് എന്ന കാര്യത്തിൽ ആളുകൾക്ക് അസ്വസ്ഥതയുണ്ടാകും. ഏതായാലും ആ പ്രതികരണ രീതി എന്ന് പറയുന്നത് ഞങ്ങൾ നിയമമനുസരിക്കും, നീതി നിയമമനുസരിക്കും എന്ന് പറയലല്ല. ഞങ്ങൾ നിയമം അനുസരിക്കും എന്ന് പറയുന്നത് ഞങ്ങൾ അനീതിയെ സ്വീകരിക്കും, പുൽകും എന്ന് പറയുന്നതിന് തുല്യമാണ്. ഈ നിയമം എന്ന് പറയുന്നത്, ഈ ഉത്തരവ് എന്ന് പറയുന്നത് അനീതിയാണ് എന്ന് പറയാനുള്ള ആർജവമെങ്കിലും കാണിക്കുന്നില്ല എങ്കിൽ ഇതൊരു ജനാധിപത്യ മതേതര റിപ്പബ്ലിക് അല്ല എന്നാണ് നമ്മൾ അതിലൂടെ പറയുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ബാബരി മസ്ജിദിന്റെ മാത്രം പ്രശ്നമല്ലാതാവുന്നത് എന്തുകൊണ്ടാണ്? മധുരയിലെ ഷാഹി ഈദ്ഗാഹ് മസ്ജിദിന്റെ കഥ എന്താണെന്ന് അറിയാമോ എന്റെ പ്രിയമുള്ളവരെ? മധുരയിലെ ഈദ്ഗാഹ് മസ്ജിദിലെ തർക്കം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഒടുവിൽ 1968 13.7 ഏക്കർ ഭൂമിയാണ് ആകെയുള്ളത്. അതിൽ 2.5 ഏക്കർ ഒഴികെ ബാക്കി 10.9 ഏക്കറും ആ ക്ഷേത്രത്തിന്, കൃഷ്ണ ജന്മഭൂമി ക്ഷേത്രത്തിന് വിട്ടുകൊടുത്തിട്ടുണ്ട് അവിടുത്തെ മുസ്ലിം ട്രസ്റ്റ് എന്ന് നിങ്ങൾ ഓർക്കണം. നമ്മളോട് ആരും പറയാറില്ല. 13.7 ഏക്കറിൽ തർക്കമുണ്ടാവുകയും 10.9 ഏക്കർ ഭൂമി കൃഷ്ണ ജന്മഭൂമി ട്രസ്റ്റിന് ക്ഷേത്രമുണ്ടാക്കാൻ അവിടുത്തെ ക്ഷേത്രത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്തതിനു ശേഷം അവിടെ ബാക്കിയുള്ള 2.5 ഏക്കർ ഭൂമിയിലാണ് കൃഷ്ണൻ ജനിച്ചത് എന്ന പച്ചക്കള്ളം, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പച്ചക്കള്ളം, സംഘപരിവാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പച്ചക്കള്ളം. ഏതുപോലെ അയോധ്യയിലെ ബാബരിക്കു താഴെയാണ് രാമൻ ജനിച്ചത് എന്ന പച്ചക്കള്ളം സംഘപരിവാർ പ്രചരിപ്പിച്ചതുപോലെ ഗ്യാൻവാപ്പി മസ്ജിദിന് താഴെ ക്ഷേത്രമുണ്ടായിരുന്നു എന്നും 1993 വരെയും അവിടെ ആരാധനയുണ്ടായിരുന്നു എന്നും പച്ചക്കള്ളം സംഘപരിവാർ പ്രചരിപ്പിച്ചതുപോലെ
ഒരു പച്ചക്കള്ളം അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് വിട്ടുകൊടുത്ത ഭൂമിക്ക് ശേഷമുള്ള ബാക്കിയുള്ള 2.5 ഏക്കർ ഭൂമിക്ക് വേണ്ടി തർക്കം ഉന്നയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് വിട്ടുകൊടുക്കലുകൾ ഒരു പരിഹാരമല്ല എന്ന് ചരിത്രബോധമുള്ള വലിയ പിന്നോട്ട് പോവേണ്ടതില്ല. 968 ഷാഹി ഈദ്ഗാഹിന്റെ ചരിത്രം, നിയമപരമായ ചരിത്രം മാത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിട്ടുകൊടുക്കലുകൾ ഒരു നീതിപൂർവമായ പരിഹാരം ഉണ്ടാക്കുകയില്ല എന്നാണ് ഷാഹി ഈദ്ഗാഹിന്റെ ചരിത്രം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ആളുകൾ ഇപ്പോഴും വിട്ടുകൊടുക്കുന്നതിനെ കുറിച്ച്, സംയമനത്തെ കുറിച്ച് സംസാരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ബഹുമാന്യനായ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വാക്കുകൾ ഈ വേദിയിൽ ആവർത്തിച്ച് വായിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ കേട്ടിട്ടുണ്ടാകും. എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിക്കേണ്ട വാക്കുകളാണ് ബഹുമാന്യനായ സാദിഖ് അലി ശിഹാബ് തങ്ങളുടേത്. ഇന്നലെ ഒരു വലിയ സംഭവം നമ്മുടെ രാജ്യത്ത് നടന്നു എന്ന് നമുക്കറിയാം. രാജ്യത്തെ ബഹുഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ്. അതിൽ നിന്ന് നമുക്ക് പിറകോട്ട് പോകാൻ സാധിക്കുകയില്ല. അത് രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു സമൂഹത്തിന്റെ ആവശ്യമാണ്. അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണ്. പക്ഷേ അതിൽ പ്രതിഷേധിക്കുകയോ മറ്റോ ചെയ്യേണ്ട കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഒരു ബഹുസ്തര സമൂഹത്തിൽ ഓരോരുത്തർക്കും അവരുടേതായ വിശ്വാസങ്ങളുണ്ട്, പാരമ്പര്യങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിലവിൽ വന്ന ക്ഷേത്രം, കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിർമ്മിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ബാബരി മസ്ജിദ്, ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ്. ഇത് രണ്ടും ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ്. ബഹുമാന്യനായ സാദിഖ് അലി ശിഹാബ് തങ്ങളോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, എവിടെയാണ് തങ്ങളെ ബാബരി മസ്ജിദ് നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്? ആരാണ് തങ്ങളെ ആ ഭൂമിക്ക് ബാബരി മസ്ജിദ് എന്ന പേരിട്ടത്? തങ്ങളുടെ പാർട്ടി ബാബരി ആക്ഷൻ കൗൺസിൽ അംഗമാണല്ലോ. ബാബരി ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം എന്തായിരുന്നു തങ്ങളെ? ബാബരി ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം ആ അനീതിയുടെ 5 ഏക്കർ ഞങ്ങൾക്ക് വേണ്ടതില്ല എന്നാണ്. ആരാണ് തങ്ങളെ ആ 5 ഏക്കറിൽ വരുന്നു എന്ന് പറയുന്ന പള്ളിക്ക് ബാബരി മസ്ജിദ് എന്ന് പേരിടാൻ അങ്ങേക്ക് അവകാശം നൽകിയത് എന്ന് ബഹുമാനപൂർവ്വം, ആദരപൂർവ്വം അങ്ങയോട് ഞാൻ ചോദിക്കുന്നു. ആരാണ്? അങ്ങ് കോഴിക്കോട് പ്രസംഗിച്ചാൽ യുപിയിൽ ബാബരി മസ്ജിദ് ഉണ്ടാകുമോ എന്ന ചോദ്യം അങ്ങയോട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആരാണ് തങ്ങളെ ആ ബാബരി മസ്ജിദ് തകർന്ന വഖഫിന്റെ ഭൂമിയിൽ ഉയരുന്ന പള്ളി, ഉയരുന്ന ക്ഷേത്രം ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ആവശ്യമാണ് എന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചത് ഏത് കമ്മിറ്റി യോഗം ചേർന്നാണ്? നിങ്ങൾ എങ്ങനെയാണ് ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ തീരുമാനമാണെന്ന് RSSന്റെ നരേറ്റീവുകൾ എടുത്ത്, RSSന്റെ പ്രചാരണങ്ങൾ ഏറ്റെടുത്ത് ഈ രാജ്യത്ത് സംഘപരിവാറിന്റെ വംശീയ പദ്ധതികൾക്ക് തുലനം ചേർത്താൻ അങ്ങേക്ക് എങ്ങനെയാണ് തങ്ങളെ ഈ രാജ്യത്തെ മുസൽമാന്റെ ഇസ്സത്ത് പണയം വെക്കാൻ കഴിയുന്നത്? അങ്ങ് പൂക്കോയത്തങ്ങളുടെ മകനാണെന്ന് അങ്ങ് എന്തുകൊണ്ടാണ് മറന്നു പോകുന്നത് എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്നേഹപൂർവ്വം ഞാൻ ചോദിക്കുന്നു. എങ്കിൽ നിങ്ങൾ പറയൂ, എങ്ങനെയാണ് അത് മതേതരത്വത്തിന്റെ പ്രതീകമാവുക? ഈ രാജ്യത്തിന്റെ ഭരണഘടന എന്ന് മുതലാണ് തങ്ങളെ വംശീയ പദ്ധതികളുടെ പ്രൊജക്ടുകൾക്ക് മതേതരത്വം എന്ന് പേരിടാൻ അങ്ങേക്ക് അനുമതി നൽകിയത്? RSSന്റെ വംശീയ പദ്ധതിയാൽ നിർമ്മിക്കപ്പെട്ട അയോധ്യയിലെ രാമക്ഷേത്രം മതേതരത്വത്തിന്റെ പ്രതീകമാണ് എന്ന് അങ്ങ് പറയുമ്പോൾ അങ്ങ് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ പോരാട്ടങ്ങളെ വഞ്ചിക്കുകയാണ് എന്ന് അങ്ങയെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ രാജ്യത്തെ മുസൽമാന്റെ അവസാനത്തെ അവകാശങ്ങൾക്ക് വേണ്ടിയും നിരന്തരമായി ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ ശബ്ദിച്ച പാരമ്പര്യമുള്ള ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ സ്ഥാനത്തിരുന്നു കൊണ്ട്, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിമിന്റെ അവകാശങ്ങളെ, അവന്റെ വഖഫ് ഭൂമിയെ തകർക്കാൻ അങ്ങ് ശ്രമിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്താൻ, വിനയപൂർവ്വം ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് കേരളത്തിൽ വഖഫ് സംരക്ഷണ സമ്മേളനം നടത്തുന്നു. എന്തേ തങ്ങളെ ഡൽഹിയിൽ പേരിനെങ്കിലും ഒരു വഖഫ് സംരക്ഷണ സമ്മേളനം നടത്തണമെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് തോന്നാത്തത്? 992 അങ്ങ് സംയമനം പ്രഖ്യാപിച്ചത് കൊണ്ടാണോ
കേരളത്തിൽ അങ്ങയുടെ പാർട്ടി, അങ്ങയുടെ നേതാക്കൾ സംയമനം ആവശ്യപ്പെട്ടത് കൊണ്ടാണോ കേരളത്തിൽ പ്രതിഷേധങ്ങൾ ഇല്ലാതിരുന്നത്? പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ആക്രമണങ്ങൾ ഇല്ലാതിരുന്നത്. അങ്ങെന്തിനാണ് തങ്ങളെ നിങ്ങൾ നിയന്ത്രിക്കുന്നത് കൊണ്ട് മാത്രം അടങ്ങി നിൽക്കുന്ന ഒരു അക്രമാസക്തമായ കൂട്ടമാണ്, ഒരു അക്രമിക്കൂട്ടമാണ് ഈ സമുദായം എന്ന കളവ് കേരളത്തോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അങ്ങയോട് ചോദിക്കാതെ പോവുക നിർവാഹമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത് ആവർത്തിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. 1992 മർഹൂം മെഹബൂബെ മില്ലത്ത്, മർഹൂം സുലൈമാൻ സെട്ടു സാഹിബിനെ അടക്കം പടിയടച്ച് പുറത്താക്കി. സംഘപരിവാറിന്റെ താല്പര്യങ്ങൾക്ക് ഇപ്പോൾ ഭാരത് രത്ന സമ്മാനമായി നൽകിയ നരസിംഹറാവുവിന്റെ മൂട് താങ്ങിയ പാരമ്പര്യം നിങ്ങൾക്കുണ്ട് എന്നത് സത്യമാണ്. അന്ന് കെ കരുണാകരൻ നരസിംഹറാവുവിനോട് രാജിവെക്കാൻ പറഞ്ഞു. അന്ന് അർജുൻ സിംഗ് അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ നരസിംഹറാവുവിനോട് രാജിവെക്കാൻ പറഞ്ഞു. നിങ്ങൾ കേരളത്തിലെ അധികാരത്തിന്റെ അപ്പക്കഷ്ണങ്ങൾക്ക് വേണ്ടി നരസിംഹറാവുവിന്റെ മൂട് താങ്ങി. ആ മൂട് താങ്ങലിന് ഞങ്ങളാരും മതേതരത്വ സംരക്ഷണമെന്നോ സംയമനമെന്നോ പേരിട്ടിട്ടില്ല. അന്ന് കേരളത്തിലടക്കം രാജ്യത്തോടെമ്പാടും പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. പ്രതിഷേധിച്ച മനുഷ്യരെ വംശീയ കലാപത്തിനിരയാക്കി ആയിരക്കണക്കിന് മുസ്ലിങ്ങളുടെ ചോര ഈ രാജ്യത്ത് ചിന്തിയിട്ടുണ്ട് എന്നിരിക്കെ സംയമനം ഉണ്ടായിരുന്നു എന്നുള്ള കളവ്, ചരിത്ര വിരുദ്ധത അങ്ങ് പ്രസംഗിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്താൻ അതാരായാലും ചോദ്യം ചെയ്യേണ്ടി വരും എന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ആദരപൂർവ്വം ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ നാട്ടുകാരനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സാദിഖ് അലി തങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹം വെള്ളത്തിന് തീ പിടിക്കുന്നത് തടയാനാണ് ശ്രമിക്കുന്നത് എന്നാണ് പറയുന്നത്. അല്ലയോ മിസ്റ്റർ വി ഡി സതീശൻ, ഞങ്ങളുടെ മേൽ പെട്രോൾ ഒഴിക്കുന്നത് അങ്ങ് കാണുന്നില്ലേ? ഈ രാജ്യത്തെ ജുനൈദുമാർ, അഹ്ലാക്കുമാർ നിരന്തരമായി പശുവിന്റെ പേരിൽ 50-ൽ പരം മനുഷ്യർ കൊല്ലപ്പെടുകയോ ക്രൂരമായി മർദ്ദിക്കപ്പെടുകയോ ചെയ്ത ഈ രാജ്യത്തിരുന്ന് വെള്ളത്തിന് തീപിടിക്കുന്നു എന്ന കഥ പറയാൻ അങ്ങേക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? നിങ്ങളുടെ നേതാവ് ശശി തരൂർ നിങ്ങൾ ആ പള്ളി അന്തസ്സോടെ വിട്ടുകൊടുത്തിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ അന്തസ്സിനെ കുറിച്ച് എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മനസ്സിലാക്കിയിരിക്കുന്നത്? ഈ രാജ്യത്തെ മുസ്ലിമിന്റെ ഇസ്സത്തിനെ, ആത്മാഭിമാനത്തെ കുറിച്ച്, അന്തസ്സിനെ കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഭാരത് ജോഡോ ന്യായ് യാത്ര നടത്തുന്നു. നിങ്ങളുടെ നീതി സങ്കല്പത്തിൽ ഞങ്ങളില്ലേ എന്ന ചോദ്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹരിയാനയിൽ ഷൂട്ടർ സൈറ്റ് പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രിയുടെ ഉത്തരവ് പ്രകാരം ജീവനറ്റുപോയ 5 മുസ്ലിങ്ങളുടെ ന്യായം, നീതി നിങ്ങളുടെ ന്യായ യാത്രാ സങ്കല്പത്തിൽ ഇല്ലേ കോൺഗ്രസേ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നോഹിൽ, മുസഫർ നഗറിൽ, ഡൽഹിയിലടക്കം സംഘപരിവാറിന്റെ ഭരണകൂടം അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രം നൂറുകണക്കിന് മനുഷ്യർ വംശീയ കലാപങ്ങൾക്കിരയായി കൊല്ലപ്പെട്ടപ്പോ, വംശീയമായ ആക്രമണങ്ങൾക്കിരയായി കൊല്ലപ്പെട്ടപ്പോ എന്തേ നിങ്ങളുടെ ന്യായ യാത്രാ സങ്കല്പത്തിൽ ഇപ്പോഴും ആ മനുഷ്യർ ഇല്ലാത്തത്? എന്താണ് ഈ രാജ്യത്തെ മുസ്ലിമിന്റെ പ്രാതിനിധ്യമോ അവന്റെ ജീവനോ അവന്റെ പള്ളിയോ അവന്റെ മദ്രസയോ നിങ്ങളുടെ നീതിയുടെ നിർവഹണത്തിൽ ഉൾപ്പെടാത്തത് എന്ന ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതില്ലെങ്കിൽ പിന്നെ നിങ്ങൾ അധികാരത്തിൽ വന്നിട്ട് ഞങ്ങൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? നിങ്ങൾ അധികാരത്തിലുണ്ടായിരിക്കെ തകർക്കപ്പെട്ടതാണ് ബാബരിയുടെ മണ്ണ്, ബാബരി മസ്ജിദ് എന്ന ഓർമ്മ ഞങ്ങൾക്കുണ്ട്. നിങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങൾ അധികാരത്തിൽ വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കോൺഗ്രസിനെ പിന്തുണയ്ക്കുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു ബാധ്യതയായി ഈ രാജ്യത്തെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും വന്നു തീരുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. പക്ഷെ കോൺഗ്രസിനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഗ്യാൻവാപ്പി മസ്ജിദ് തകർക്കപ്പെടില്ലെന്നൊരു ഉറപ്പെങ്കിലും പറയാൻ, മെഹ്റോളിയിൽ തകർക്കപ്പെട്ട 1500 വർഷം പഴക്കമുള്ള പള്ളി പുനർനിർമ്മിക്കുമെന്ന് പറയാൻ, ഇപ്പോഴും ഞങ്ങളുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് തകർക്കപ്പെടില്ലെന്ന് പറയാൻ, ഹരിയാനയിൽ കൊല്ലപ്പെട്ട ഷഹീദുകളായ മനുഷ്യരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്ന് പ്രഖ്യാപിക്കാൻ, അവർക്ക് നീതി ഉറപ്പാക്കുമെന്ന് പ്രഖ്യാപിക്കാൻ, മുസഫർ നഗറിലും ഡൽഹിയിലും ന്യൂഹിലുമടക്കം മണിപ്പൂരിലുമടക്കം വംശീയ കലാപങ്ങൾക്കിരയാകുന്ന മനുഷ്യർക്ക് നഷ്ടപരിഹാരവും നീതിയും ഉറപ്പാക്കുമെന്ന് പറയാൻ രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ പോകുന്നു, ഡൽഹിയിൽ വരുന്നില്ല.
രാഹുൽ ഗാന്ധി മറ്റു പലയിടത്തും പോകുന്നു. മുസൽമാന്റെ ചോദ്യമുയരുന്ന ഒരിടത്തും രാഹുൽ ഗാന്ധിയെ കാണുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ വിശ്വസിക്കുക? ഫാസിസത്തിന്റെയും ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെയും ഇരകളാകാൻ നിങ്ങൾ ഞങ്ങളെ നിർബന്ധിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫാസിസത്തിനെതിരായ പോരാട്ടത്തിൽ കേവലം വോട്ടുകുത്തികളായി ഞങ്ങളെ മാറ്റാമെന്നാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ, ഇപ്പോഴും അസാമിലെ ഡിറ്റൻഷൻ സെന്ററുകളിൽ മുസ്ലിമായി പോയതിന്റെ പേരിൽ പൗരത്വം ചോദ്യം ചെയ്യപ്പെട്ട് കിടക്കുന്ന മനുഷ്യർക്ക് പൗരത്വം ഉറപ്പാക്കും ഞങ്ങൾ അധികാരത്തിൽ വന്നാലെന്ന് പറയാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സാധിക്കില്ലെങ്കിൽ പിന്നെ നിങ്ങൾ അധികാരത്തിൽ വരുന്നതും നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുന്നതും തമ്മിൽ ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമില്ലെങ്കിൽ പിന്നെ എന്താണ് വ്യത്യാസമെന്ന് VD സതീശനോട് പച്ചവെള്ളത്തിൽ ഒന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പച്ചവെള്ളം കുടിച്ച് പറഞ്ഞാൽ മതി, പെട്രോൾ കഴിക്കണ്ട. പക്ഷെ പറയൂ, ഞങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾ അധികാരത്തിൽ വന്നാൽ നീതി ഉറപ്പാക്കുക? നിങ്ങളുടെ സമരാഗ്നി കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരത്ത് പുറപ്പെടുമ്പോ പറയൂ മിസ്റ്റർ VD സതീശൻ, ഞങ്ങളുടെ നീതി എവിടെയാണ് ഉറപ്പാക്കപ്പെടുക? ബാബരിയുടെ കാര്യത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? ഗ്യാൻ ബാപ്പിയുടെ കാര്യത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? മധുര ഷാഹി മസ്ജിദിന്റെ കാര്യത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? ഡൽഹിയിൽ തകർക്കപ്പെട്ട, ഹരിയാനയിൽ തകർക്കപ്പെട്ട പള്ളികളുടെ മദ്രസകളുടെ കാര്യത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണെന്ന് കോൺഗ്രസ് പ്രഖ്യാപിക്കാതെ പറയാതെ എങ്ങനെയാണ് ഇതൊരു ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടമാവുകയും അതിൽ ഞങ്ങൾക്ക് പങ്കാളിത്തം ഉണ്ടാവുകയും ചെയ്യുക? ശരി, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. കോൺഗ്രസ് പറയട്ടെ, ഇപ്പോൾ ഈ രാജ്യത്തെ 14 സംസ്ഥാനങ്ങളിൽ നിന്ന് കഴിഞ്ഞ 25 വർഷമായി ഒരു മുസ്ലിം പ്രതിനിധി പോലും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എന്ന കണക്കുകളുണ്ട്. ഈ രാജ്യത്തിന്റെ 543 പാർലമെന്റ് അംഗങ്ങളിൽ നാമമാത്രമാണ് മുസ്ലിം പ്രതിനിധികൾ എന്ന കണക്കുകളുണ്ട്. 2024 പ്രതിപക്ഷ സഖ്യത്തിൽ എത്ര മുസ്ലിം MP-മാർക്ക്, എത്ര മുസ്ലിം സീറ്റുകൾ ഉണ്ടാകും എന്ന് പറയാൻ 20% വരുന്ന ഈ രാജ്യത്തെ ന്യൂനപക്ഷ സമൂഹത്തിന്റെ രാഷ്ട്രീയ അധികാരം ഉറപ്പാക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് എന്ന് പറയാൻ ഈ രാജ്യത്തെ മതേതര കക്ഷികൾ തയ്യാറില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ മതേതരത്വത്തിന്റെ പേരെന്താണ്? മറ്റൊരു വംശീയ പദ്ധതി എന്നല്ലാതെ. ഇതാണ് ഞാൻ ചോദിക്കുക. ആളുകൾക്ക് ഒരു പക്ഷേ ഇതൊരു വൈകാരികമായ പ്രതികരണമായി ചോദിയേക്കാം. ഇതല്ലാതെ വിവേകത്തോടെ ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യം എന്താണ്? ഞങ്ങളുടെ പ്രാതിനിധ്യത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞങ്ങളുടെ പള്ളികൾ തകർക്കപ്പെടുമ്പോൾ നിങ്ങൾ എന്ത് സംരക്ഷണമാണ് ഞങ്ങൾക്ക് നൽകുക? ഞങ്ങൾ ആൾക്കൂട്ടത്താൽ ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ സഹോദരിമാരുടെ, മുസ്ലിം പെണ്ണുങ്ങളുടെ ഹിജാബ് വലിച്ചു പറിക്കാൻ ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൊന്നും ഒരു നിലപാടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു പ്രതിപക്ഷ മുന്നണി എന്ന ക്രിയാത്മകമായ കൺസ്ട്രക്റ്റീവായ ചോദ്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവിടെ അത് അവസാനിപ്പിക്കുകയാണ്. ഒരുപക്ഷെ നമ്മളൊരു നിരാശരായ കൂട്ടരാണോ, നിരാശയാണോ നമ്മളെ നയിക്കുന്നത് എന്ന സംശയം ആളുകൾക്ക് ഉണ്ടാവാം. നിരാശയുണ്ടാവണം എന്നല്ല ഞാൻ പറയുന്നത്. വ്യാജമായ പ്രതീക്ഷകളിലൂടെയല്ല നമ്മുടെ രാഷ്ട്രീയം മുന്നോട്ട് പോവേണ്ടത് എന്നാണ്. വ്യാജമായ പ്രതീക്ഷകളിലൂടെയല്ല നമ്മുടെ രാഷ്ട്രീയം മുന്നോട്ട് പോവേണ്ടത്. ഈ രാജ്യത്ത് സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള നീതിപീഠങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയും രാഷ്ട്രീയമായി കോംപ്രമൈസ് ചെയ്യപ്പെടുകയും വംശീയ പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടി മൗനമോ പ്രകടമായ അനുവാദങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന വസ്തുതയെ അഭിമുഖീകരിക്കാതെ, ഈ രാജ്യത്തിന്റെ ജുഡീഷ്യറി സംഘപരിവാറിന്റെ അജണ്ടകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന വസ്തുതയെ അംഗീകരിക്കാതെ, ഈ രാജ്യത്ത് നിർമ്മിക്കപ്പെട്ട UAPA അടക്കമുള്ള നിയമനിർമ്മാണങ്ങളുടെ പേരിൽ ആയിരക്കണക്കിന് മുസ്ലിം ചെറുപ്പക്കാർ ഇന്ത്യയിലെ ജയിലറകളിൽ അകാരണമായി വിചാരണ പോലുമില്ലാതെ ജയിലറകളിൽ കഴിയുന്നു എന്നും ഞങ്ങളുടെ ജയിലറകളിൽ കഴിയുന്ന സഹോദരങ്ങളെ കുറിച്ച് നിങ്ങളുടെ നിലപാടെന്താണെന്ന് ചോദ്യമില്ലാത്ത ഒരു രാഷ്ട്രീയ പോരാട്ടവും നമുക്ക് പ്രതീക്ഷ നൽകിയിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ആ തരത്തിൽ ക്രിയാത്മകവും സത്യസന്ധവുമായ രാഷ്ട്രീയം മുന്നോട്ട് വെക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇവർ വിചാരിക്കുന്നത് നമ്മളെ നിരാശപ്പെടുത്തി കളയാമെന്നാണ്. ആളുകൾ കൊല്ലപ്പെടുമ്പോ, പള്ളികൾ തകർക്കപ്പെടുമ്പോ, മദ്രസകൾ തകർക്കപ്പെടുമ്പോ, നമ്മുടെ ഭൂമി അകാരണമായി ചോദ്യം ചെയ്യപ്പെടുമ്പോ, അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുമ്പോ, പൗരത്വം വരെയും ചോദ്യം ചെയ്യപ്പെടുമ്പോ ആളുകൾക്ക് സ്വാഭാവികമായ
തോന്നലുണ്ടാകും, ഇതിങ്ങനെ തകർച്ചയിലേക്ക് പോവുകയാണല്ലോ, മറ്റെന്താണ് പരിഹാരമെന്ന്. ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന കണക്കുകൾ പ്രകാരം 20 കോടിയാണെങ്കിലും അതിൽ പരം വരുന്ന ഒരു വലിയ ജനസമൂഹത്തെ അനീതിക്കിരയാക്കിക്കൊണ്ട് ഈ രാജ്യത്ത് എന്ത് രാജ്യം നിർമ്മിക്കാനാകുമെന്നാണ് ഇവർ കരുതുന്നത്? നീതിയില്ലാതെ ലോകത്തെവിടെയും സമാധാനം പുലർന്ന ചരിത്രമില്ല കേട്ടോ. നീതിയില്ലാതെ ലോകത്തെവിടെയും സമാധാനം പുലർന്ന ചരിത്രമില്ല എന്ന് ഓർമ്മപ്പെടുത്തുമ്പോഴാണ് നീതിക്ക് വേണ്ടിയുള്ള ഏതേതു മാർഗങ്ങളിലുള്ള പ്രതിരോധവും, നീതിയെ പുനഃസ്ഥാപിക്കാനുള്ള ഏതേതു മാർഗത്തിലുള്ള പ്രതിരോധത്തിനും ചരിത്രത്തിൽ അതിന് ശ്രമിക്കുകയും വിജയിക്കുകയും അതിജീവിക്കുകയും ചെയ്ത ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം എന്ന് ഓർമ്മപ്പെടുത്തൽ നിരന്തരമായി സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അടക്കമുള്ള സംഘടനകൾ ഈ രാജ്യത്ത് നടത്തുമ്പോൾ അതെത്ര ഒറ്റപ്പെട്ട, അതെത്ര ചെറിയ ശബ്ദമാണെങ്കിലും ശരി, നീതിയുടെ ശബ്ദം വിജയിക്കുക തന്നെ ചെയ്യും. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇസ്ലാമിന്റെ ചരിത്രം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പവിത്രമാക്കപ്പെട്ട, ഇവർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനൊരു രൂപമുണ്ടായിരുന്നുവെങ്കിൽ ആ രൂപത്തിന്റെ കഴുത്ത് വെട്ടുന്നതിന് സമാനമായ ശ്രമമാണ് പള്ളികൾ തകർക്കുന്നതിലൂടെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതൊരു വസ്തുതയാണ്. അള്ളാഹുവിന് സമർപ്പിക്കപ്പെട്ട വഖഫ് ഭൂമികൾ ഇടിച്ചു നിരത്തി അതിന്റെ ഉടമസ്ഥാവകാശം പങ്കുവച്ച് അത് തട്ടിയെടുത്ത് അള്ളാഹുവിനെ അവഹേളിക്കുകയും അതിലൂടെ ഈ സമൂഹത്തിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുകയുമാണ് അവർ ചെയ്യുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ പള്ളികൾ സംരക്ഷിക്കപ്പെട്ടതിന്റെ ചരിത്രം, അള്ളാഹുവിൽ വിശ്വസിച്ച ജനതയെ വിമോചിപ്പിക്കപ്പെട്ട ചരിത്രം ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയും. ചെങ്കടലിനെ രണ്ടായി പിളർത്തുമാർ ആത്മവിശ്വാസത്തോടുകൂടി നരേന്ദ്രമോദിയുടെ അപ്പനപ്പൂപ്പമാരായ ഫറോവമാരെ പരാജയപ്പെടുത്തിയ ചരിത്രമുണ്ട്. പച്ചില തിന്നും രക്തം വാർന്നും ഹിജ്റ ചെയ്യേണ്ടി വന്നതിന് ശേഷവും മക്കം ഫതഹിലൂടെ കൗബയുടെ മുകളിൽ ബംഗലി മുഴങ്ങിയ ചരിത്രമുള്ള ജനതയോടാണ് ഇവർ പറയുന്നത് എന്നോർമ്മ വേണം. അതുകൊണ്ട് പരാജയപ്പെടുകയില്ല. ആത്മാഭിമാനത്തോടുകൂടി മുന്നോട്ട് പോവാൻ, ഇസ്സത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ജനതയ്ക്ക് പരാജയം ഉണ്ടാവുകയില്ല. പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.